നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതിന് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിനെയും ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ഫിഫോ ലിഫോ. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ മെറ്റീരിയൽ വാങ്ങുന്നു, അതിന്റെ റേറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ആദ്യം വന്നത് നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ 100 യൂണിറ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 2 വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 200 യൂണിറ്റ് അല്ലെങ്കിൽ 200 എമൗണ്ടിന്റെ മെറ്റീരിയൽ നമ്മളെ കയ്യിലുണ്ട് അല്ലെ. അതായത് ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ക്വാണ്ടിറ്റി, എമൗണ്ട്, റേറ്റ്. എത്രയാണ് ക്വാണ്ടിറ്റി? എത്രയാ? 100. റേറ്റ് എത്രയാ? 2. ദെൻ എമൗണ്ട് ടോട്ടൽ 200. അപ്പൊ ഇത്രയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ദെൻ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഒരു 50 ക്വാണ്ടിറ്റി വാങ്ങി അറ്റ് ദി റേറ്റ് ഓഫ് 1 ഈച്ച്. അപ്പൊ എമൗണ്ട് എത്ര ഉണ്ടാവുക? 50. ഇതിൽ നിന്ന് എന്നോട് 20 ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എത്ര ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞു? 20 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാം. ആസ് പെർ ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രകാരമാണെങ്കിൽ ഈ 20 യൂണിറ്റ് എടുക്കുക. ഞാൻ ഇതിനകത്ത് നിന്നാണ് എന്ത് ചെയ്യുക? 20 യൂണിറ്റ് എടുക്കുക. എത്രയെന്ന്? 100 ക്വാണ്ടിറ്റിയിൽ നിന്നാണ് ഞാൻ 20 യൂണിറ്റ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു 100 യൂണിറ്റ് നിന്നാണ് എന്ത് ചെയ്യുക? 20 എടുത്തു കൊടുക്കുക. എന്തെന്നല്ല, വേണമെങ്കിൽ എനിക്ക് 50 യൂണിറ്റ് എടുത്തു കൊടുത്തൂടെ? ബട്ട് ഇതാണ് ഒന്നാമത് വന്ന്, ഇത് രണ്ടാമത് നമ്മൾ പർച്ചേസ് ചെയ്തത് അല്ലെ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണെങ്കിൽ ആദ്യം വന്നതിൽ നമ്മൾ എടുത്തു കൊടുക്കും. ആദ്യം വന്ന ഏതാണ്? ഇതാണ്. ഇതിൽ നിന്ന് എടുത്തു കൊടുക്കും. വിച്ച് മീൻസ് 20 ഇൻറ്റു റേറ്റ് എത്ര വരിക? 2. എത്ര വരും? 40. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുക. അല്ലാതെ എന്ത് ഇഷ്യൂ ചെയ്യില്ല? 20 ഇൻറ്റു 120. ഇതിൽ നിന്ന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എത്ര റേറ്റ്? എത്ര വരുന്നത്? 1 ആണ് വരുന്നത് അല്ലെ. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ 1 റേറ്റിൽ നമ്മൾ ഏതിൽ ഇഷ്യൂ ചെയ്യൂല? ഫിഫോ പ്രകാരമാണ് നമ്മൾ സ്റ്റോക്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അത് റെക്കോർഡ് ചെയ്യില്ല. ബട്ട് ഇഫ് വി ഫോളോ ലിഫോ മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 20 യൂണിറ്റ് ഇഷ്യൂ ചെയ്യണം എന്ന് വിചാരിക്കാം. ഏതിൽ നിന്ന് എടുക്കും? ആദ്യം ഏതിൽ നിന്ന് എടുക്കുക? സെക്കൻഡിൽ നിന്ന് എടുക്കണം. ലാസ്റ്റ് വന്നതിൽ നിന്ന് ആദ്യം പോകണം. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ നമ്മൾ എത്ര ചെയ്യും? 20 ഇൻറ്റു 120. ഇനിയിപ്പോ ഇവിടെ എത്ര ബാക്കിയുണ്ട്? 30 ബാലൻസ് ഉണ്ട് അല്ലെ. 30 ബാലൻസ് ഉണ്ടല്ലോ. 50 നിന്ന് 20 പോയി കഴിഞ്ഞാൽ 30 ബാലൻസ്. ഇനി എനിക്കൊരു 40 ഇഷ്യൂ ചെയ്യണമെങ്കിലോ? 40 ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെ ഇഷ്യൂ ചെയ്യണം? 30 ഇൻറ്റു 1 30യും 10 ഇൻറ്റു 2 20യും. കാരണം 30 ഇതിൽ നിന്ന് എന്ത് ചെയ്യും? 20 കഴിച്ച് ബാക്കി 30 ഉണ്ട് അല്ലെ. ആ 30 എടുക്കും. ബാക്കി 10 എവിടെ നിന്ന് എടുക്കും? ഇതിൽ നിന്ന് എടുക്കും. ക്ലിയർ? ഇതാണ് ഏത് മെത്തേഡ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് മെത്തേഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡ്. ഏതാണ്? സിമ്പിൾ ആവറേജ് മെത്തേഡ്. സിമ്പിൾ ആവറേജ് മെത്തേഡ്. എന്താ സിമ്പിൾ ആവറേജ് മെത്തേഡ് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിംഗ് ദി ടോട്ടൽ ഓഫ് ദി പ്രൈസ് of material in the stock from which material to be priced could be drawn by the number of the price used in the total. This method may be lead to over recovery and under recovery of cost of material from production because quantity purchased in each lot is ignored. ഇവിടെ നോക്കിയേ, 1000 യൂണിറ്റ് പർച്ചേസ്ഡ് അറ്റ് ദി റേറ്റ് ഓഫ് എത്രയാ? 10. ഓക്കെ. Then 2000 unit purchased at the rate of 11. Then 3000 unit purchased at the rate of 12. ഇപ്പൊ 3 റേറ്റ് തന്നിട്ടുണ്ട് അല്ലെ. 10 തന്നിട്ടുണ്ട്, 11 തന്നിട്ടുണ്ട്, 12 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഏതിൽ നിന്ന് എടുത്തു കൊടുക്കുക? ഈ 1000 നിന്ന് ഏത് റേറ്റിൽ എടുത്തു കൊടുക്കും? 10 രൂപ തോതിൽ എടുത്തു കൊടുക്കും. റൈറ്റ്? ഇഷ്യൂ ചെയ്യും. 1000 കഴിഞ്ഞ് വീണ്ടും ഒരു 500 ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഏതിൽ നിന്ന് എടുത്തു കൊടുക്കും? 2000 എടുത്തു കൊടുക്കും. അപ്പൊ റേറ്റ് എത്രയായിരിക്കും? 11 ആയിരിക്കും. ഈ 1000വും ഈ 2000വും എക്സോസ്റ്റ് ആയിട്ട് കഴിഞ്ഞ് വീണ്ടും നമുക്ക് എടുത്തു കൊടുക്കണമെങ്കിൽ നമ്മൾ ഏതിൽ നിന്ന് എടുത്തു കൊടുക്കും? ഈ 3000 നിന്ന് എടുത്തു കൊടുക്കും. അപ്പൊ റേറ്റ് എത്രയായിരിക്കും? 12 ആയിരിക്കും. ഇതായിരിക്കും ഏത് പ്രകാരം? ഫിഫോ പ്രകാരം. ബട്ട് ലിഫോ പ്രകാരമാണെങ്കിൽ ആദ്യം ഇഷ്യൂ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? 3000 നിന്നായിരിക്കും. റേറ്റ് എത്രയായിരിക്കും? 12 ആയിരിക്കും. പിന്നെ ഇഷ്യൂ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? 2000 ആയിരിക്കും. റേറ്റ് എത്രയായിരിക്കും? 11 ആയിരിക്കും. പിന്നെ ഇഷ്യൂ ചെയ്യുന്നതോ 1000. റേറ്റ് എത്രയായിരിക്കും? 10 ആയിരിക്കും. ബട്ട് as per simple average method, we will use the concept of simple average.
നമ്മളിവിടെ സിമ്പിൾ ആവറേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു റേറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. എങ്ങനെ ഫിക്സ് ചെയ്യാ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ചാർജിങ് പ്രൈസസ് ആസ് 10, 11, 12 we will find the average. എത്ര പ്രൈസ്? 3 പ്രൈസുകൾ അല്ലേ? അപ്പൊ 10 പ്ലസ് 11 പ്ലസ് 12 ഡിവൈഡ് ബൈ 3. അപ്പൊ നമുക്കൊരു പ്രൈസ് കിട്ടി. എത്രയാ? 11. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ ഈ 1000 ഇഷ്യൂ ചെയ്യുമ്പോഴും 1250 ഇഷ്യൂ ആണെങ്കിൽ 250 into 10 അല്ലേ എഴുതുക? എത്ര എഴുതുക? 11 ആണ് എഴുതുക. ക്ലിയർ? നമ്മൾ ഈ 2000 നിന്ന് ഒരു 300 എണ്ണം ഇഷ്യൂ ചെയ്യാണ്. 300 into 11 അല്ല എഴുതുക. എത്ര എഴുതുക? സോറി, 300 into 11 വിച്ചും ഈ ഒരു 11 ആണോ? അല്ല, നമ്മൾ ആവറേജ് 11 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദെൻ ഈ 3000 എനിക്ക് എന്ത് ചെയ്യണം? ഒരു 450 ഇഷ്യൂ ചെയ്യണം. ഏതാ റേറ്റ്? 12 ആണോ? നോ, നമ്മൾ കണ്ടുപിടിച്ച ഏതായിരിക്കും റേറ്റ്? 11. ഇതാണ് എന്ത് മെത്തേഡ്? സിമ്പിൾ ആവറേജ് മെത്തേഡ്. ഇതാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ്.